നിൽക്കുന്നത് എൻ്റെ കേരളം എക്സിബിഷൻ സ്റ്റാളിലെ വനം വന്യജീവി വകുപ്പിൻ്റെ വിഭാഗത്തിലാണ്. ഇവിടെ നമുക്ക് സജ്ജമാക്കിയിരിക്കുന്നത് ഒരു ചെറിയ അരുവി, ഒരു കാടിൻ്റെ ഒരു പ്രതീതി നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. മാൻകുട്ടിയുണ്ട്, കൊക്ക്, നല്ല മരം, അതിലൊരു പാമ്പ് ചുറ്റിപ്പണഞ്ഞ് കിടക്കുന്നു, ഒരു ചെറിയ അരുവി, ശരിക്കും ഒരു പച്ചപ്പുള്ള ഒരു കാട്. നിങ്ങളുടെ സ്റ്റാളുകളെ കുറിച്ച് വിവരങ്ങളൊന്ന് പറഞ്ഞു. നമ്മളിവിടെ 3 സ്റ്റാളാണുള്ളത്. പിന്നെ പുറത്ത് സർപ്പേൻ്റെ പാമ്പുവിൻ്റെ അതിൻ്റെ നാട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു സ്റ്റാൾ അവിടെ ചെയ്തിട്ടുണ്ട്. അവിടെ സ്റ്റാഫുണ്ട്. പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ അവിടെ ഒരു നാച്ചുറലായിട്ടുള്ള ഇതുപോലത്തെ ഒരു വെള്ളച്ചാട്ടം സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ മാനിക്കീൻ എന്ന് വെച്ചാൽ നമ്മൾ ടൈഗർ ഓപ്പറേഷന് പോകുമ്പോൾ ജീവനക്കാർക്കില്ല സേഫ്റ്റി വേണ്ടിയിട്ടുള്ള സാധനം അതെന്താണെന്നുള്ള ഓരോന്ന് ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് RRTൻ്റെ ഓരോ ഇതിനു വേണ്ടി പോകുമ്പോൾ എക്യുപ്മെൻറ്റ്സാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. പിന്നെ ബോർഡ്, പിന്നെ സർക്കാരിൻ്റെ പുതിയൊരു വന്യമൃഗശല്യം കുറക്കാൻ വേണ്ടിയിട്ടുള്ള 10 ഇനം മിഷൻ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതനുസരിച്ചിട്ടാണ് ഇപ്പം വന്യമൃഗശല്യം ലഘൂകരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പോകുന്നത്. അതിൻ്റെ ബോർഡൊന്ന് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് കാട്ടുതീക്ക് ഉണ്ടാകുമ്പോൾ അതൊരു മിസ്റ്റ് ചെയ്തിട്ട് അളക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ്. പിന്നെ ഇവിടെ ഒരു ക്വിസ് കോമ്പറ്റീഷൻ ഉണ്ട്. ഇത് കറക്കുക, അതിനനുസരിച്ചുള്ള ചോദ്യം കിട്ടും. അതിൻ്റെ ഉത്തരവിടെ എഴുതിയിട്ടാൽ എല്ലാ ദിവസവും നറുക്കെടുപ്പിലൂടെ ഒരു ഫാമിലി പാസ് കിട്ടും. 4 ആൾക്ക് കയറാൻ വേണ്ടിയിട്ടില്ല. ഒന്നിപ്പോൾ പൈതൽമല അല്ലെങ്കിൽ ആറളത്തേക്ക്. അവിടെ ആറളം വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ പിന്നെ വനശ്രീ എക്കോ ഷോപ്പ് അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ സ്ക്രീനിൽ പൈതൽമല ആറളം വന്യജീവി സങ്കേതത്തിൻ്റെ ഒരു ഇതും ചെയ്യുന്നുണ്ട്. പറഞ്ഞാൽ മതി, വീഡിയോയിൽ എടുക്കൊന്നും വേണ്ടല്ലോ. ഇതാദ്യം സ്പിൻ ചെയ്യാം. ഇതിപ്പോൾ ആനക്ക് നേരെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു സെറ്റ് ചോദ്യം നമ്മൾ തരും. 5 ചോദ്യമാണുള്ളത്. ഒരു പേപ്പറും തരും. അതിൽ ഇതിൻ്റെ ഉത്തരം എഴുതിയിട്ട് അത് അതിൻ്റെ പേരും ഫോൺ നമ്പർ എഴുതിയിട്ട് ഇതിൽ നിക്ഷേപിക്കുക. എല്ലാ ദിവസവും രാത്രി ഒരു 10 മണിയാകുമ്പോൾ ഇത് നറുക്കെടുപ്പിച്ച് വിജയികളെ അവരെ അപ്പാടെ തന്നെ വിളിച്ചു പറയും. ഇപ്പോൾ ബോർഡിൽ എഴുതി വെക്കുന്നുണ്ട്. കഴിഞ്ഞ 2 ദിവസത്തെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസത്തെ. എന്നിട്ട് 4 ആൾക്കുള്ള ഫാമിലി പാസ്. അത് അവർ എവിടെയാണെന്ന് പോകുന്നതെന്ന് വെച്ചാൽ അവർക്ക് അതിൻ്റെ ഇഷ്ടത്തിൽ ആറളത്തേക്കോ പെയ്തൽമലയിലേക്കോ എവിടെയാണെന്ന് വെച്ചാൽ പോവാം. എങ്ങനെയുണ്ട് ചോദ്യങ്ങളെല്ലാം? എളുപ്പമാണോ? കുഴപ്പമില്ല, അറിയാവുന്ന ഉത്തരങ്ങളൊക്കെ. എത്ര ചോദ്യങ്ങളാണ്? 5 ചോദ്യം. ഉത്തരം കിട്ടിയോ? കിട്ടി. ഈ സ്റ്റോളിൽ എന്തൊക്കെയാണ് ഇപ്പം പ്രദർശനത്തിനായി വെച്ചിരിക്കുന്നത്? എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ ഒരാൾ വന്നാൽ അവർക്ക് ഒരു സേവനം എന്നുള്ള രീതിയിൽ കിട്ടുക? ഇത് നമ്മൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ചേർന്ന് മലബാർ അവയർനെസ് ആൻഡ് റെസ്ക്യൂ സെൻറ്റർ ഫോർ വൈൽഡ് ലൈഫ് മാർക്ക് എന്ന് പറയുന്ന സംഘടന നടത്തുന്ന ഒരു
പാമ്പുകളെ കുറിച്ചിട്ടുള്ളൊരു ബോധവൽക്കരണ പരിപാടിയാണ്. അപ്പോൾ നമ്മൾ ഇതിലൊരു ഐക്കണായിട്ട് എടുത്തത് ഈ ഒരു പെരുമ്പാമ്പ്, ജംഗിൾ ബുക്കിലുള്ള കാ എന്ന് പറയുന്ന ക്യാരക്ടറാണ് നമ്മൾ ഐക്കണായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ കായാണ് ബാക്കി എല്ലാ പോസ്റ്ററിലും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതായത് എൻ്റെ കേരളത്തിൽ എത്രത്തോളം പാമ്പിൻ്റെ ഡൈവേഴ്സിറ്റി ഉണ്ട്. ഡൈവേഴ്സിറ്റി മാത്രമല്ല, നമുക്ക് മെഡിക്കലി ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള സ്നേക്സ്, അതായത് കടിച്ചാൽ പ്രശ്നമുള്ള പാമ്പുകൾ എങ്ങനെ തിരിച്ചറിയാം, അതായത് വിഷമുള്ളതും വിഷമില്ലാത്തതും എങ്ങനെ തിരിച്ചറിയാം, അതിൻ്റെ പാരിസ്ഥിതിക പ്രാധാന്യം, അങ്ങനെ നമുക്ക് കണ്ണൂരിൽ കാണുന്ന കോമൺലി പാമ്പുകളുടെ ഫോട്ടോസും ഇതൊക്കെ വെച്ചിട്ടുള്ള ഒരു പ്രദർശനമാണ്. അതല്ലാതെ കണ്ട് നമ്മൾ ബിഗ് 4ൻ്റെ കുറച്ച് മോഡൽസും വെച്ചിട്ടുണ്ട്. ആൾക്കാർക്ക് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, വിഷമുള്ള പാമ്പുകൾ കാണുമ്പോൾ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലാണ് നോക്കുന്നത്. ഇതൊക്കെ എങ്ങനെയാ ഇവിടെ വരുന്നവർക്ക് വിവരിച്ചു കൊടുക്കുമോ? നമ്മൾ ഓരോ ആൾക്കാർക്കും ഇവിടെ വരുന്ന ആൾക്കാർ പൊതുവേ നമുക്ക് കുറച്ചും കൂടി ക്രൗഡ് വരുന്ന സമയത്ത് ഭയങ്കര ക്രൗഡായിട്ട് വരുന്നുണ്ട്. പാമ്പുകൾ എപ്പോൾ ഒരു ക്യൂരിയോസിറ്റി ആണല്ലോ ആൾക്കാർക്ക്, കുറേ സംശയങ്ങളുണ്ട്, കുറേ മിത്സ് ഉണ്ട്. അപ്പം ആ ഒരു ആംഗിളിൽ ഈവനിങ് ആകുമ്പോൾ ഭയങ്കര റഷ് ആകുന്നുണ്ട്. വിജ്ഞാനപ്രദമായ ഒരുപാട് അറിവുകളും ഗെയിമുകളും വനം വന്യജീവി വകുപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. ഏവരെയും കണ്ണൂർ പോലീസ് മൈതാനിയിൽ സ്ഥിതി ചെയ്യുന്ന പവലിയനിലേക്ക് ക്ഷണിക്കുന്നു. കണ്ണൂർ പോലീസ് മൈതാനിയിലെ എൻ്റെ കേരളം എക്സിബിഷൻ ഹാളിൽ നിന്നും കണ്ണൂർ ഇൻഫർമേഷൻ ഓഫീസിനു വേണ്ടി ഷഫ്നാസ്.